കാണുന്നത് കണ്ടോ, ഫുള്ളുണ്ട്. ഫുൾ ഏത് ഭാഗം നോക്കിക്കഴിഞ്ഞാലും ഡ്രൈ ആയിട്ട് നല്ല ഇവിടെയൊക്കെ നിറച്ചുണ്ട്. ലൈവായിട്ട് ഗൈസ്, നിങ്ങൾ ഇത് കണ്ടോ, ഇത്രയും മുടി എൻ്റെ കൊണ്ടിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ വേണ്ടി തന്നെ എടുത്തതാണ്. കുറച്ച് സങ്കടം കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയൊക്കെ മാറിയിട്ട് വെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. മഴ കൊണ്ട് എനിക്കുണ്ടായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ചും ഡാൻഡ്രഫാണ്. കാരണം തണുപ്പ് പിടിക്കുന്നതുകൊണ്ട് ലേറ്റായിട്ടാണ് എത്തുന്നത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. അപ്പം കുളിക്കാൻ എല്ലാ ദിവസവും കുളിക്കാൻ പറ്റാറില്ല. അപ്പം നല്ല ഡാൻഡ്രഫ് ആയിട്ടുണ്ട്. പിന്നെ മുടി ഉണങ്ങാറില്ല, എത്ര ഓർത്തിയാലും മുടി ഉണങ്ങാറില്ലായിരുന്നു. അപ്പം നല്ല ഡാൻഡ്രഫ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ആക്കിയാലേ കാണുള്ളൂ. കണ്ടോ, ഫുള്ളുണ്ട്. ഫുൾ ഏത് ഭാഗം നോക്കിക്കഴിഞ്ഞാലും ഡ്രൈ ആയിട്ട് നല്ല ഇവിടെയൊക്കെ നിറച്ചുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരും. അപ്പം ഇത് നമുക്ക് ഒരുമിച്ച് ഈ താരൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യാൻ നോക്കാം. മെഡിക്കലായിട്ട് കുറേ കാര്യങ്ങളുണ്ട്, ഷാമ്പു ആണെങ്കിൽ അതൊക്കെ. പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും. അപ്പം നമുക്ക് ഹോം റെമഡി ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ നോക്കാം. അതാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. വിലയുടെ പ്രശ്നമില്ല, ഒന്നുമില്ല. സ്ഥിരമായിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പം ഉള്ളി ഇഞ്ചിയാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. പക്ഷേ ഉള്ളി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും, അത് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം ഇഞ്ചി വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാൻഡ്രഫിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് സ്കാൽപ്പ് ഇരിക്കുന്നുണ്ട്. അപ്പം വീക്ക്ലി നമ്മൾ ഡീപ്പ് ഓയിലിംഗ് ചെയ്യണം എന്തായാലും. അതിൻ്റെ കൂടെ വേണം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ, എന്നാലേ നടക്കുള്ളൂ. അപ്പം ആദ്യം നമുക്ക് ഓയിൽ മസാജ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെച്ചിട്ടുള്ള പാക്ക് ചെയ്യാം. നമ്മളപ്പം ഈ ഓയിൽ മസാജ് അതേപോലെ പാക്ക് ഇതൊക്കെ ചെയ്യുന്നതിന് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, ഒന്ന് ചീർപ്പ് ക്ലീൻ ചെയ്യുക, അടുത്തത് തോർത്ത്, പില്ലോ കവർ, ബെഡ്ഷീറ്റ്, ഇത് മൂന്നും കഴുകിയിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയത് യൂസ് ചെയ്യുക. ഞാൻ ഇതൊക്കെ ആദ്യം ചെയ്തിട്ടുണ്ട്. അതാണ് പ്രൈമറി സ്റ്റെപ്സ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ഓയിൽ മസാജും പാക്കൊക്കെ വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ ഓയിലും എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത്, അത് കോക്കനട്ട് ഓയിലാണെങ്കിൽ അങ്ങനെ ചെയ്താൽ. ഞാൻ ചെയ്യുന്നത് അമ്മ കാച്ചിയ വെളിച്ചെണ്ണയുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് കാസ്റ്റർ ഓയിലും വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എടുത്തിട്ട് ഇതിലെടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ സ്കാൽപ്പിൽ ലെയറായിട്ട് കുറച്ച് എടുത്തിട്ട്, ഇപ്പം എനിക്ക് ഒരു കയ്യിൽ പിടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കുറച്ചായിട്ട് ഞാൻ ഫുള്ളായിട്ട് ഹെയർ ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ അത് ചെയ്തിട്ട് തരാം. അപ്പം ഞാൻ എൻ്റെ മുടി മൊത്തം ഇങ്ങനെ ഫുൾ ഡീപ്പ് ഓയിൽ ചെയ്തിട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളിതനുസരിച്ച്, എനിക്ക് അധികം തലയിൽ വെച്ച വലിയ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു മസാജ് ചെയ്ത ഉടനെ തന്നെ പാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം പാക്ക് ഇടുക. കാരണം പാക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ വയ്ക്കാനുണ്ട്, നല്ല അത് പിടിക്കുള്ളൂ. അതും ഒരു 10 മിനിറ്റ്സ്, അങ്ങനെ 20 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് കഴുകിക്കളയാം. ഒരു സൺഡേ ഒക്കെ ആണെങ്കിൽ സുഖമായിട്ട് ചെയ്യാമല്ലോ. ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ്, ഓയിൽ മസാജ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നല്ലോണം ഹെയർ കോംബ് ചെയ്ത് ചിക്കൊക്കെ കളയണം. എനിക്കങ്ങനെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ അത് ചെയ്തില്ല. പിന്നെ ചിലവർ ഇതിനു മുമ്പ് ഈ താരനൊക്കെ മുഴുവൻ നല്ലോണം കോംബ് ചെയ്തിട്ട് ഇളക്കാൻ നോക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഇല്ലാത്ത സ്ഥലത്ത് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നാറ്. സോ ഞാനത് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ്. ഗൈസ്, നിങ്ങളിത് കണ്ടോ, ഇത്രയും മുടി എൻ്റെത് കൊഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ വേണ്ടി തന്നെ എടുത്തുവെച്ചതാണ്. കുറച്ച് സങ്കടമൊക്കെ വരും, പക്ഷേ സാരമില്ല, നമ്മളെന്തായാലും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണല്ലോ. അപ്പം ഇതൊക്കെ നമ്മൾ സെറ്റാക്കിയത് കുറച്ച് തരണം. ഒരു ദിവസം കൊഴിയുന്ന മുടി എന്തായാലും കണക്കായിട്ട് അത്ര തന്നെ കൊഴിയും, പക്ഷേ ഇത് കുറച്ച് അധികമാണ്. കാരണം ഞാനിപ്പോൾ ഇത്ര ശരിക്കും പറഞ്ഞാൽ കോംബ് ചെയ്യും, പ്രോപ്പറായിട്ട് കോംബ് ചെയ്യലോ മര്യാദയ്ക്ക് ഹെയർ കയറിയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് നമ്മളിനി എല്ലാം സെറ്റാക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും പേടിക്കേണ്ട, നമുക്ക് ശരിയാക്കാം. ഓക്കെ, അങ്ങനെ 10 മിനിറ്റ് മുടി ഇങ്ങനെ ഡീപ്പ് ഓയിലൊക്കെ ചെയ്തിട്ട് വെച്ചതിന് ശേഷം ഇനി നമ്മൾ പാക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ പാക്ക് ഇടുമ്പം ഞാൻ ചെയ്തത് ഇഞ്ചിയും കഞ്ഞിവെള്ളമാണ്. ഈ കഞ്ഞിവെള്ളത്തിന് പകരം നിങ്ങൾക്ക് അലോവേര ജെല്ല് ഫ്രഷ് ആണെങ്കിലും അല്ലെങ്കിൽ വാങ്ങിക്കുന്നതാണെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇഞ്ചിക്ക് പകരം ചെറിയ ഉള്ളി യൂസ് ചെയ്യാം. അപ്പം ഇത് വീക്ക്ലി വൺസ് ചെയ്യാനാണ് പൊതുവേ പറയുന്നത്. അപ്പോൾ അതായിരിക്കും നമുക്ക് സൗകര്യം. അപ്പം എൻ്റെ കേസിൽ കുറച്ച് അധികം ഉള്ളൂ, ഞാനൊരു വീക്കിലി ഒരു ട്വൈസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ കാര്യം. അപ്പം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്ത് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഫസ്റ്റ് ചെയ്യുന്ന തപ്പ് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. ചൊറിച്ചിലൊക്കെ ഇച്ചിരി കുറവുണ്ടാവും. റെഡിയാക്കി ഓൾറെഡി കൊണ്ടുവന്നിട്ട് അരിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് സാധനം. ഇത് ജസ്റ്റ് വെള്ളം പോലെ ഉണ്ടാവുക, അപ്പോൾ അധികം നേരം വെക്കേണ്ട. പിന്നെ ഉള്ളിയൊക്കെ ആണെങ്കിൽ ആദ്യം ഇവിടെ തേക്കാണ്ട് പുറകെ തേച്ചതിന് ശേഷം ഇവിടെ തേക്കാൻ നോക്കുക. കാരണം ഉള്ളി നല്ലോണം എരിയും, പിന്നെ നമുക്ക് കണ്ണിനൊന്നും കാണത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ എരിച്ചിലും കണ്ണിലോട്ടൊക്കെ ആക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാനിത് തേച്ചിട്ട് വരാം എല്ലാ സ്ഥലത്തേക്ക്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സ്ഥലം നോക്കിയിട്ട് എവിടേക്കുള്ള അവിടെ നല്ലോണമാക്കി. ശരിക്കും പറഞ്ഞാൽ പഞ്ഞിയിൽ മുക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നത് നല്ല കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ പഞ്ഞിയില്ല, കോട്ടൺ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. നല്ല എരിച്ചിലും പുകച്ചിലും എനിക്കും തലയിലുണ്ട്. അത് പക്ഷേങ്കിൽ കഴുകി കളയുമ്പോൾ എല്ലാ സംഭവം മാറിക്കോളും. മുഖത്ത് പുകച്ചിലുണ്ടാകും, മുഖത്തെന്തോ അത് നമുക്ക് പറ്റുന്നില്ല എന്നാണ്. പക്ഷേ ഇത് പൊതുവേ ഉള്ളിയാണെങ്കിലും ഇഞ്ചിയാണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ ഉണ്ടാവുക, ആ എരിച്ചിലുണ്ടാവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴുകി കളയുമ്പോൾ സംഭവം മാറിക്കോളും. നമ്മൾ ഡീപ്പ് ഓയിൽ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം കെമിക്കൽ ഷാമ്പു വെച്ചിട്ട് നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് കഴുകുക, കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാം. ഓക്കെ, അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടാണെങ്കിൽ മുടിയൊന്ന് ഉണങ്ങട്ടെ വെച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരുന്നു. മുഴുവനായിട്ട് ഉണങ്ങിയിട്ടില്ല, ബട്ട് സ്റ്റിൽ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ സ്കാൽപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പം നല്ല കുറവുണ്ട് ഉണ്ടാവും, കാരണം ഒറ്റ യൂസിൽ ഫുള്ളായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പം ഈ ഫ്രണ്ടിലത്തെ ഭാഗത്തൊക്കെ സ്കാൽപ്പ് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ ഇത്?
കണ്ടോ? അപ്പം ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നല്ല ഡീപ്പ് ഓയിൽ ചെയ്തിട്ട് അപ്പം തന്നെ ഷാമ്പു വെച്ചിട്ട് ആ ഓയിൽ മൊത്തം കളഞ്ഞു. അപ്പം നമ്മൾ സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിൽ നമ്മൾ സ്കാൽപ്പിൽ ഓയിൽ ഇടുള്ളൂ. അതുവരെ നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്യത്തേ ഉള്ളൂ. അപ്പം ഡ്രൈനെസ് തലയിൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഹെയർ ഗ്രോത്ത് സെറവും എനിക്ക് വാങ്ങിക്കാല്ലേ ഉണ്ടാക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യാൻ ജസ്റ്റ് സ്പ്രേ ബോട്ടിൽ ഇല്ലേ, നമ്മൾ ഈ ടോണർ പോലത്തെ സ്പ്രേ ബോട്ടിൽ കിട്ടുമല്ലോ, അതിൽ അതാക്കിയിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു, മറ്റേതാണെങ്കിൽ ഓൾറെഡി അങ്ങനെയാണല്ലോ വരിക. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ജസ്റ്റ് സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് നല്ലോണം നനവ് തലയിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് തണുപ്പ് പിടിക്കാനും വേറെ നീരിറങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ജസ്റ്റ് സ്പ്രേ ചെയ്ത് ഒരു നനവ് ഉണ്ടാക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവില്ല സ്കാൽപ്പ്, ഈ ഡാൻഡ്രഫ് വരാനുള്ള ചാൻസും കുറയുമായിരിക്കും. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഹെയർ ഗ്രോത്ത് വാട്ട് ഉണ്ടാക്കുക സിമ്പിളാണ്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തി പൂ പറിച്ചിട്ട് അത് ജസ്റ്റ് നല്ല വൃത്തിക്ക് കഴുകിയിട്ട് ഒരു ചൂടുവെള്ളത്തിൽ നല്ലോണം തിളപ്പിക്കും. അപ്പം നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് പൂ വാടുവാണെങ്കിൽ അപ്പം തന്നെ ഓഫ് ചെയ്ത് കുറച്ച് നേരം തണിക്കാൻ വയ്ക്കും. അതിനുശേഷം അത് പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് സ്പ്രേ ബോട്ടിലാക്കി വെക്കും. ഇതാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഒന്നും ചെയ്യണം, കാരണം നല്ല മസാജൊക്കെ ചെയ്ത് നമ്മൾ ഇതാക്കിയിട്ടുള്ളത്. നാളെ രാവിലെ ഞാനത് ചെയ്യും, അല്ലെങ്കിൽ നാളെ വൈകുന്നേരവും ചെയ്യും, രാത്രി കിടക്കുമ്പോഴും ചെയ്യും. അതാണ് ചെയ്യുന്നത്. നാളെ ഇനി സ്കാൽപ്പ് ശരിക്കും പറഞ്ഞാൽ കഴുകണമെന്നില്ല, മറ്റന്നാൾ ചെയ്താൽ മതി. ഡെയിലി സ്കാൽപ്പ് കഴുകണമെന്നില്ല. കഴുകണമെന്ന് ആഗ്രഹമുള്ളവരാണ് അങ്ങനെ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കറക്റ്റായിട്ട് ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 വീക്സ് കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ താരനൊക്കെ പമ്പ് നടക്കും. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ഓക്കെ, ബൈ.